കലോത്സവ നഗരിയിൽ കൊല്ലത്ത് നിന്നൊരു കൊച്ചു കലാകാരി എത്തിയിരിക്കുന്നു. കൊച്ചു കലാകാരിയല്ല, വലിയ കലാകാരി തന്നെയാണ്. മൂന്നാം തവണയാണ് വീണയിൽ എ ഗ്രേഡോടെ സമ്മാനവുമായി ഇവിടുന്ന് കടന്നു പോകുന്നത്. അനഘനെ നമുക്ക് പരിചയപ്പെടാം. അനഘ, ഇത് മൂന്നാം തവണയാണ് കലോത്സവ നഗരിയിലെത്തി വീണയിൽ എ ഗ്രേഡ് നേടുന്നത്. ഒത്തിരി സന്തോഷം. 3 തവണ വരാൻ പറ്റിയത് വലിയ ഭാഗ്യം. എത്ര കാലമായി ഈ വീണ അഭ്യസിക്കുന്നു? ഞാൻ 7 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. ആദ്യം എൻ്റെ ഗുരു നിർമ്മല ടീച്ചറായിരുന്നു. പിന്നെ ഇപ്പോൾ പഠിക്കുന്നത് എന്നെ ആര്യ എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ്. ചെറിയ പ്രായത്തിൽ ഈ വീണയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ കൈകൾക്കൊക്കെ ഒരു മുറിവൊക്കെ ഉണ്ടാവുമല്ലോ? നല്ല വെയിറ്റ് ഉണ്ട്. ഒരു 8-9 കിലോ ഒക്കെ കാണും. അത് വീണ അനുസരിച്ചിരിക്കും വെയിറ്റ് മാറ്റം വരുന്നത്. പിന്നെ വേദനിക്കും. എല്ലാം നമ്മൾ കഷ്ടപ്പെട്ടാലേ അതിന് ഫലം കിട്ടും. കഷ്ടപ്പെട്ടാൽ അതിന്റെ ഫലം കിട്ടുന്നുണ്ട് എന്നുള്ളത് സന്തോഷമല്ലേ? പിന്നെ ഭയങ്കര സന്തോഷം, ഒത്തിരി സന്തോഷം. ഈ ഇത്തവണ വലിയ മത്സരം ഉണ്ടായിരുന്നോ വീണ വിഭാഗത്തിൽ? ഹയർ സെക്കൻഡറി എല്ലാവരും 1-1 മെച്ചമായിട്ട് തന്നെയാണ് വായിച്ചത്. നല്ല പോലെ തന്നെയായിരുന്നു മത്സരം. അത് എന്നെ ബാലപാഠങ്ങളൊക്കെ പഠിപ്പിച്ചത് ബാലഭവനിലെ നിർമ്മല എന്ന് പറയുന്ന എൻ്റെ ടീച്ചറാണ്. ഇപ്പം എന്നെ കലോത്സവത്തിന് വേണ്ടി പഠിപ്പിക്കുന്നത് ആര്യ എന്ന് പറയുന്ന എൻ്റെ ഒരു ചേച്ചിയാണ്. നമുക്ക് ഇത്തവണ പെർഫോം ചെയ്ത് ആ ഒരു ഐറ്റം കണ്ടാലോ? ഈ വിജയങ്ങളൊക്കെ ആർക്കാണ് സമർപ്പിക്കുന്നത്? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും എൻ്റെ അച്ഛനും അമ്മയും, പ്രത്യേകിച്ച് എൻ്റെ ഗുരുക്കന്മാർ, എനിക്ക് ഈ അറിവ് തന്നവർ എല്ലാവർക്കും. അപ്പോൾ ലോകമറിയപ്പെടുന്ന ഒരു കലാകാരിയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ജിഷ്ണുവിനും വിസ്മയ്ക്കുമൊപ്പം ജോസഫ് അഗസ്റ്റിൻ, കേരള വിഷൻ ന്യൂസ്, ട്രിവാൻഡ്രം.